നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡോക്ടർ ചർച്ച ചെയ്യുന്ന വിഷയം നെഞ്ചുവേദനയും ഹൃദയാഘാതവുമാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡി ഹരികൃഷ്ണയാണ്. ഡോക്ടർ സ്വാഗതം നമ്മുടെ ഡോക്ടർ. നമസ്കാരം. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഈ ഒരുപാട് ആൾക്കാർ ഹൃദയാഘാതം കൊണ്ട് മരിക്കുന്നു. ഒരുപാട് തരത്തിലുള്ള ഹൃദയാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ചോദിക്കുന്നത് ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ചെറിയൊരു നെഞ്ചുവേദന വരുന്ന സമയത്തേക്കും അത് അറ്റാക്ക് ആണോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്താണ് ശരിക്കും ഹൃദയാഘാതം? ഹൃദയാഘാതത്തിനെ സംബന്ധിച്ച് നെഞ്ചുവേദന പൊതുവായി നെഞ്ചിൻ്റെ സെൻറ്ററിലാണ് വരിക. സെൻട്രൽ ചെസ്റ്റ് ഡിസ്കംഫേർട്ടായിട്ടാണ് വരിക. അത് പൊതുവേ ഒരു ഡിഫ്യൂസ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള കുത്തുന്ന പെയിൻ ആയിരിക്കില്ല. നെഞ്ച് മുഴുവനായും ഒരു ഭാരം കയറ്റി വെച്ച പോലെയുള്ള ഒരു വേദനയായിരിക്കും. അത് കൈകളിലേക്കോ കീഴ്ത്താടിയിലേക്കോ ഒക്കെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് രോഗിക്ക് ക്ഷീണം, നെഞ്ചിടിപ്പ്, വിയർപ്പ് മുതലായ മറ്റ് ചില ലക്ഷണങ്ങളും ഉണ്ടായിരിക്കും. അതായത് ഒരു സാധാ നെഞ്ചുവേദന വരുന്ന സമയത്തേക്ക് അത് ഹൃദയാഘാതമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതിന് അറ്റാക്കിന് കുറച്ചും കൂടെ ലക്ഷണങ്ങൾ പ്രകടമാണ്. പക്ഷേ എന്ത് നെഞ്ചുവേദനയാണെങ്കിലും ഒരു അധികം പ്രാവശ്യം വരികയോ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം എപ്പോഴും നെഞ്ചുവേദന നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരേ ഒരു സ്വഭാവമായിരിക്കണമെന്നില്ല. തെറ്റിദ്ധരിക്കപ്പെടാം. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതിന് കുഴപ്പമുണ്ടാവാം. നിങ്ങൾ പേടിക്കുന്നൊന്ന് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഒരു ഡോക്ടറെ കാണിക്കുകയാണ് ഏറ്റവും ഉത്തമം. ശരിക്കും ഈ ഹാർട്ട് അറ്റാക്കിനുള്ള ലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞു. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വേരിയസ് റിസ്ക് ഫാക്ടേഴ്സ്. പൊതുവേ നമുക്ക് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല. പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഹാർട്ട് അറ്റാക്കിന് ഉണ്ടാകാനുള്ള സാധ്യത, ജനിതകമായുള്ള സാധ്യതകളൊന്നും നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മളിൽ വരുന്ന ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അഥവാ BP, കൊളസ്ട്രോൾ, ഇതൊക്കെ അമിതമായുള്ളത് കൺട്രോൾ ചെയ്യുകയും ജീവിതശൈലി നല്ല രീതിയിലാക്കുകയും ചെയ്യുന്ന വഴി നമുക്കൊരു പരിധി വരെ ഈ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അറ്റാക്ക് വരുന്ന സമയത്ത് നല്ല വേദനയുണ്ടാവും. പക്ഷേ വേദനയില്ലാതെ ഈ സൈലൻ്റ് അറ്റാക്ക് വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ചില സമയത്ത് ആ രോഗി മരിച്ച ശേഷമായിരിക്കും അറ്റാക്കാണ് മരണകാരണമെന്ന് മനസ്സിലാക്കപ്പെടാറ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ന പോലെ വരണം എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ വേദന, വിയർപ്പ്, വ്യാപിക്കുന്ന നെഞ്ചുവേദന എല്ലാം ഉണ്ടാവാം. ചില സബ്സെറ്റ്സിൽ, ചില പേഷ്യൻസിൽ, എസ്പെഷ്യലി അൺകൺട്രോൾ ബ്ലഡ് ഷുഗർ ഉള്ള കുറേ കാലം ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ ചിലപ്പോൾ വേദന ഇല്ലാതെയും ഹാർട്ട് അറ്റാക്ക് വരാം. അവർക്കൊരു പക്ഷേ അതിൻ്റെ എൻഡ് സ്റ്റേജ്, അതായത് മരണത്തിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിച്ച് നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് മരുന്ന് വഴിയും ജീവിതശൈലി വഴിയും കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു കാലത്താണെങ്കിൽ കുറച്ചും കൂടെ പ്രായമായ ആൾക്കാർക്കായിരുന്നു ഇത് കൂടുതൽ വരാറ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു 30 കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും യൂത്താണ്, അവർക്കെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കൂടുതലൊരു 30-45 ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ ഈ അറ്റാക്ക് കണ്ടുവരുന്നത്. എന്താണ് ഈ ജീവിതശൈലിയിലുള്ളൊരു മാറ്റം പ്രകടമായിട്ട് ഈ ഒരു രോഗത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ജീവിതശൈലിയുള്ള മാറ്റം പൊതുവേ ഇപ്പോഴത്തെ ലിവിങ് സ്റ്റൈലിൽ എക്സസൈസ് വളരെ കുറവാണ്. നമ്മൾ അധ്വാനിച്ച് ശാരീരികമായ അധ്വാനമല്ല പലരുടെയും ഉപജീവന മാർഗം. പിന്നെ കഴിക്കുന്ന ഭക്ഷണം വളരെ അധികം പോഷക ഗുണമുള്ളതാണ്, കൂടുതൽ കലോറീസ് ഉള്ളതാണ്. അത് ഒബീസിറ്റി അഥവാ പൊണ്ണത്തടിയിലേക്ക് നയിക്കുന്നു. ഈ ജങ്ക് ഫുഡ് അഥവാ ഫാസ്റ്റ് ഫുഡ് കാരണം വളരെ നേരത്തെ തന്നെ നമ്മുടെ ആളുകളിൽ ബ്ലഡ് ഷുഗർ അഥവാ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ പ്രോബ്ലംസ് ഒക്കെ നേരത്തെ മുൻകൂട്ടി വരികയും അപ്പോൾ പണ്ട് പ്രതീക്ഷിച്ചിരുന്ന പ്രായത്തിനെക്കാട്ടിലും മുമ്പ് തന്നെ ഇത്തരം വാസ്കുലാർ പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ എക്സസൈസ് ഇല്ലായ്മയും ഭക്ഷണ രീതികൾ, എക്സസൈസ് ഇല്ലായ്മ എന്നതുകൊണ്ട് ഈ അസുഖങ്ങൾ വേഗം വരികയും സാധിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഒരു കോളർ ഉണ്ട് മഞ്ചേരിയിൽ നിന്ന്, മുഹമ്മദ് ഡോക്ടറോട് ചോദിക്കാം സംശയങ്ങൾ. ഹലോ. ഗുഡ് ഈവനിങ്. മുഹമ്മദ്, അവിടെ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാമോ? ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ.
ആ ചോദിക്കൂ, ഡോക്ടറോട് ചോദിക്കൂ. അദ്ദേഹം കൂടുതലും ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലും കൂടെ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഇതിലേക്ക് തന്നെ വരാം. മുഹമ്മദ് വീണ്ടും വിളിക്കുമായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞു ഈ ജീവിതശൈലി വലിയ രീതിയിൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്, ആർക്കും ഒന്നിനും സമയമില്ല ഇപ്പം. അപ്പം ആ സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും ഫാസ്റ്റ് ഫുഡിനെയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ഒരു ചിട്ടയായ ജീവിതക്രമം വേണ്ടി വരും ഇങ്ങനത്തെ ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ? അടുത്തയിടെയായി ചില പഠനങ്ങൾ, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ചില പഠനങ്ങൾ അൺകൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് ഷുഗർ അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ മുതലായ റിസ്ക് ഫാക്ടേഴ്സിന് പുറമെ ആങ്സൈറ്റി ഒരു റിസ്ക് ഫാക്ടറായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഭൂഖണ്ഡത്തിലെ എല്ലാവിധ കോണ്ടിനെൻസിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നതുകൊണ്ട് ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിന് എന്നോട് ചോദിച്ചതിൽ ആങ്സൈറ്റിയുടെ കാര്യം ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് കൂടുതൽ ആലോചിക്കുന്നത്, അത് പറയാൻ ഞാൻ ആലോചിച്ചത്. ഒരു ആങ്സൈറ്റിയും ഇതിൻ്റെ ഒരു ടൈപ്പ് എ പേഴ്സണാലിറ്റി അഥവാ വളരെയധികം ആകാംക്ഷയുള്ളവർ, ടെൻഷൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതും കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കേണ്ടതാണ്. യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ വളരെയധികം അപാകതയുണ്ടെങ്കിൽ വൈദ്യസഹായം, കൗൺസിലിംഗ് മുതലായവയെല്ലാം ഒരു പരിധി വരെ ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നു. അത് നമ്മൾ കൈകാര്യം നന്നായി ചെയ്താൽ അസുഖങ്ങൾ കുറയും. ഒപ്പം വ്യായാമവും മസ്റ്റ് ആണല്ലേ? വ്യായാമം ഒരു പരിധി വരെ റിലാക്സ് ചെയ്യിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മുഹമ്മദ് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മുഹമ്മദ്, ചോദിക്കാൻ ഡോക്ടറോട്. പറയൂ. മുഹമ്മദ് ചോദിക്കുന്നതേ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, പതുക്കെ ചോദിക്കൂ. ഞാൻ മഞ്ചേരി മുഹമ്മദാണ്. പറയൂ മുഹമ്മദ്. ഞാൻ 90 തൊട്ടിട്ട് ഒരു രോഗിയാണ്. അതെ. മരുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അതെ. 90 തൊട്ട് ഇപ്പോഴും മരുന്ന് വെച്ചുകൊണ്ട് ഇപ്പൊ മഞ്ചേരി ഒരു കാർഡിയോളജിസ്റ്റിനെ ചികിത്സിക്ക. അതെ. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടും പിന്നെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അടിയം നടക്കാൻ വയ്യ. നടക്കുമ്പോഴേക്ക് പിന്നെ ഒന്നായിട്ട് ഇവിടെ ഒരു നെഞ്ഞിനൊരു സ്ഥല, അപ്പൊ കുറെ നിൽക്കണം, പിന്നെ ആ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നടക്കണം, എങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ആവുമ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പൊ സാഹചര്യത്തിൽ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിക്കാം. ഇപ്പം മുഹമ്മദ് പറയുന്നത് കേട്ടിട്ട് ഒരു നെഞ്ചുവേദനയാണ് പറയുന്നത്, കുറച്ച് ദൂരം മാത്രമേ നടക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അഥവാ ഇത് ഹാർട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫങ്ഷനിങ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ പമ്പിങ് നോക്കുക, രക്തക്കുഴലിൽ ബ്ലോക്ക്, ഒരു പക്ഷേ ചിലതെല്ലാം മുൻപേ ചെയ്തിട്ടുണ്ടാവും. ആദ്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ റിപ്പോർട്ടുകൾ നോക്കിയ ശേഷം പിന്നീട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ സഹായം നിങ്ങൾ തേടേണ്ടി വരും. ഓക്കെ, മുഹമ്മദ് കൃത്യമായിട്ടൊരു പരിശോധനയൊക്കെ നടത്തിയ ശേഷം മുഹമ്മദ് പറയുന്നത് വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുമ്പോൾ വേദന, കിതപ്പ്, റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു. പല സിറ്റുവേഷൻസിലും ഇങ്ങനെയൊക്കെ വരുള്ള പേഷ്യൻസ് ഇത് ഇഗ്നോർ ചെയ്യുമ്പോഴാണ് മറ്റൊരു കുറച്ച് ദിവസം കഴിഞ്ഞൊരു ദിവസം പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചില സിംറ്റംസ് ചെറിയ തോതിൽ കുറച്ച് കാലമായി അനുഭവിക്കുന്നുണ്ടാവാം. അത് ഇഗ്നോർ ചെയ്യുകയോ അത് പറയാതെ അത് വച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ദിവസം ശക്തിയായ ഒരു നെഞ്ചുവേദന വരും. അതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തവണ വന്നിട്ട് ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു രോഗി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മറ്റ് ഹാർട്ട് അറ്റാക്ക് വരാത്ത രോഗിയെ പോലെ തന്നെ പുതിയ ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്യാതിരിക്കാനും ഉള്ള ചെറിയ ബ്ലോക്കുകൾ പെർസെൻറ്റേജ് കൂടി ടോട്ടലായി അടഞ്ഞു പോകാതിരിക്കാനും അയാൾ വളരെ കൃത്യമായി അയാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന അളവിലുള്ള എക്സസൈസ്, അയാൾ കഴിക്കേണ്ട മരുന്നുകൾ, കൃത്യമായ ഭക്ഷണം, പിന്നെ ഇൻക്ലൂഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശാന്തമായ ഒരു ജീവിതശൈലി, ഇതെല്ലാം തുടരേണ്ടതാണ് അസുഖം വന്നവർക്കും വരാത്തവർക്കും. അവിടെയും ഒരു ഭയപ്പാടുണ്ട്. കാരണം ഒരു തവണ വന്നാൽ പിന്നെ എല്ലാത്തിനോടും ഒരു ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാകാം. എങ്കിൽ കൂടി ഒരു ഭയം കൂടി നിലനിൽക്കും. കാരണം ചെറിയ കാര്യങ്ങൾ ഇപ്പം കൂടുതലായിട്ട് എക്സസൈസ് തന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്താൽ അത് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിക്കും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട് ചില രോഗികൾക്കൊക്കെ. അവർക്ക് ചികിത്സിക്കുന്ന ഡോക്ടറോട് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് അവരുടെ എക്കോകാർഡിയോഗ്രാഫി, അവരുടെ പമ്പിങ്ങിൻ്റെ
ഹാർട്ട് എത്ര പമ്പ് ചെയ്യുന്നു, ഹാർട്ടിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്നൊരു ഒരു ഒരു ധാരണ ചികിത്സിക്കുന്ന കാർഡിയോളജിസ്റ്റിനുണ്ടാവും. സോ അദ്ദേഹത്തിൻ്റെ ഉപദേശം അവർക്ക് തേടാവുന്നതാണ്. അവർക്ക് മൈൽഡ് എക്സസൈസ് ആണോ, അല്ല അവർക്കൊരു കുഴപ്പമില്ല സാധാരണ ആളുകളെ പോലെ തന്നെ ചെയ്യാൻ പറ്റുമോ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് സെക്ഷുവൽ ലൈഫ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം യാതൊരു പേടിയും കൂടാതെ ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു കോളർ കൂടിയുണ്ട് കോഴിക്കോട് നിന്ന്, കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ, ഡോക്ടറോട് ചോദിക്കാം. ഗുഡ് ഈവനിങ്. എന്റെ സംശയമാണ്, ഞാൻ 10-20ഓളം വർഷങ്ങളായി ബിപിക്ക് മാറി മാറി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നോർമലായിട്ട് തന്നെ കാണുന്നത്, എപ്പോഴും വളരെ അപൂർവമായിട്ടേ വർദ്ധിക്കാറുള്ളൂ. അപ്പൊ ഈ ഒരു തവണ മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണോ മരണം വരെ, അഥവാ ഇനിയിപ്പോ വേറെ വല്ല കൺസൾട്ടേഷൻ നടത്തിയിട്ട് നിർത്താൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയാനായിരുന്നു. ബ്ലഡ് പ്രഷർ നമ്മൾ എപ്പോഴും ഒരു നോർമൽ ലെവലിൽ ഒരു നോർമൽ ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിർത്തണം. മറ്റ് എൻഡ് ഓർഗൻസിന് ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ മുതലായവയ്ക്കൊക്കെ ഡാമേജ് വരാതിരിക്കാൻ കൺട്രോൾ ചെയ്ത് നിർത്തണം. അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ മരുന്നുകൾ ആവശ്യമാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അല്ല ഡയറ്റ് മോഡിഫിക്കേഷൻ, എക്സസൈസ്, മറ്റു കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ BP കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിർത്താം. അത് ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിക്കേണ്ടി വരും. പിന്നെ വേറൊരു സംശയം, ആൻജിയോഗ്രാം ചെയ്തപ്പോ അതെ ഡോക്ടറെ കേൾക്കുന്നുണ്ട്. ആൻജിയോഗ്രാം ചെയ്തപ്പോ 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, കണ്ടു. പക്ഷെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു ബെൻഡിലാണ്, അത്ര വലിയ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. കാരണം അതിപ്പോ ഏതാണ്ട് 1.5 വർഷമായി. അപ്പോ ആൻജിയോഗ്രാം ചെയ്തത് കണ്ട് തെളിഞ്ഞാൽ പിന്നെ ആൻജിയോഗ്രാഫി ചെയ്യണം എന്നുള്ളതാണോ? ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ചെയ്യുന്നത് നമ്മൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. ഒരു ആൻജിയോഗ്രാം കഴിഞ്ഞ ശേഷം പല രീതിയിൽ ചികിത്സിക്കാം. ചിലപ്പോൾ ചികിത്സ ഒന്നും കൊടുക്കില്ല, ചിലപ്പോൾ മരുന്ന് കൊടുക്കും, ചിലപ്പോൾ മരുന്നും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യും, അല്ലെങ്കിൽ മരുന്നും ബൈപ്പാസ് സർജറിയും ചെയ്യും. അതോ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് മാറിയിരിക്കും. പേഷ്യൻ്റ് ആൻജിയോഗ്രാം അനുസരിച്ചും പേഷ്യൻറ്റിൻ്റെ മറ്റ് സ്വഭാവങ്ങൾ അനുസരിച്ചുമാണ് ഡോക്ടറെ നിശ്ചയിക്കുന്നത്. ഓക്കെ, എന്തായാലും ഡോക്ടർ, നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഒരു ചെറിയ ഇടവേള എടുത്ത് തിരികെ എത്താം. നമ്മുടെ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മൾ ഹൃദയാഘാതം അതോടൊപ്പം തന്നെ ഹൃദയസ്തംഭനം, ഇത് തമ്മിലൊരു വ്യത്യാസം എന്താണ്? ഹൃദയാഘാതം നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവസരത്തിലോ ഹൃദയം പെട്ടെന്ന് നിന്നു പോകുന്നതിനാണ് ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിൻ്റെ ഡിസ്ഫങ്ഷൻ ആക്ച്വലി മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട്. ഹാർട്ടിൻ്റെ മെക്കാനിക്കൽ ഫങ്ഷൻ കൈകാര്യം ചെയ്യുന്ന മസിലുകളാണ്. ഹാർട്ടിൻ്റെ പേശികൾ അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ, ബ്ലോക്ക് വഴിയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് വഴി ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് സംഭവിക്കാം. എന്നതുപോലെ അതിൻ്റെ കണ്ടക്ഷൻ, അതിൻ്റെ പൾസ് പോകുന്ന ഇടിപ്പ്, അതിൽ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനും ഈ ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടോ ഈ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്തോ പ്രോബ്ലം ഉണ്ടാവാം. പെട്ടെന്ന് അധികവും 2 കാരണങ്ങൾ കൊണ്ടാണ് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്. അബ്നോർമലായുള്ള ഇടിപ്പിൻ്റെ കണ്ടക്ഷനിൽ പ്രോബ്ലം വന്ന് അബ്നോർമലായുള്ള ഇടിപ്പുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് നിന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഭാഗത്തെ മസിലിൽ വിള്ളൽ വന്ന് അങ്ങനെയും കാർഡിയാക് റപ്ചർ വന്നിട്ടും ഹാർട്ട് സഡനായി നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു കോളർ കൂടിയുണ്ട്, എറണാകുളത്ത് നിന്ന് സുഹ്റ. ചോദിക്കാൻ ഡോക്ടറോട്. ഡോക്ടറെ, 4 വർഷം മുമ്പ് എനിക്ക് ആൻജിയോഗ്രാം ചെയ്തിരുന്നു. ബ്ലോക്ക് ഒന്നുമില്ല, ബ്ലഡ് കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് സിക്ലാർട്ട് എന്നുള്ള പ്രഷറിന്റെ ഗുളിയും ഒരു കൊളസ്ട്രോളിന്റെ ഗുളിയും കഴിച്ചിരിക്കുന്നുണ്ട്. 2 വർഷം ഡോക്ടർ പോയി കാണുന്നുണ്ട്, തൃശ്ശൂർ ജൂബിലിയുടെ ഡോക്ടറെ കാണുന്നത്. പക്ഷെ എനിക്ക് മിക്കവാറും ദിവസേന തന്നെ ഈ നെഞ്ചത്ത് തിന്നുകൊണ്ട് കുത്തുന്ന വേദന, ഇടയ്ക്ക് വെച്ച് ബ്രസ്റ്റിന്റെ മുകളിലായിട്ട് ഒരു പുകച്ചിൽ ഇങ്ങനെ കുത്തുന്ന വേദന ഇങ്ങനെ ദിവസേന ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറും. ഇത് ഹൃദ്രോഗത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെന്നറിയാൻ. ആൻജിയോഗ്രാം നോർമൽ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ബ്ലഡ് സർക്കുലേഷൻ കുറവെന്ന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ സ്ലോ ഫ്ലോ എന്ന് പറയുന്ന ഒരു ചെറിയ എൻറ്റൈറ്റി ഉണ്ട്. ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല, എന്നിരുന്നാലും ബ്ലഡ് സപ്ലൈ കുറച്ച് സ്ലോ ആയിരിക്കും. ബ്ലഡ് ഒഴുകുന്നത്, ഹാർട്ടിലേക്ക് ഒഴുകുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും. അതിന് നമുക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ പോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇനി തൈറോയിഡിൻ്റെ അസുഖം വല്ലതുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും. നല്ലൊരു ഹോസ്പിറ്റലാണല്ലോ കാണിക്കുന്നത്. കുത്തിയുള്ള വേദന മുമ്പൊരു കോളിലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. കുത്തിയുള്ള വേദന അധികവും മസിലിൻ്റെയും
ഹാർട്ടിൻ്റെയോ ലങ്സിൻ്റെയോ ആവരണങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ചെറിയ വേദനയാണ്. എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ നൂതന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ രംഗത്ത്? സാധാരണ നമ്മളൊരു പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുമ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്യും, ECG ചെയ്യും. അതിനുശേഷം എക്കോകാർഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് വാൽവുകളും ഹാർട്ടിൻ്റെ പമ്പിങ്ങും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. ECGയിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ ഇടിപ്പിൻ്റെ വ്യതിയാനങ്ങളും ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൂട്ടത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടെസ്റ്റ് എന്ന് എൻ്റെ അഭിപ്രായത്തിലുള്ളത് ട്രെഡ്മിൽ ടെസ്റ്റാണ്. പലപ്പോഴും ECG നോർമലായിരിക്കും, എല്ലാം നോർമലായിരിക്കും. പക്ഷേ ഹിഡൻ ആയിട്ടൊരു ബ്ലഡ് സപ്ലൈയുടെ ഷോർട്ടേജ് രോഗിയിലുണ്ടാവും. പേഷ്യൻ്റ് എക്സേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നടന്നിട്ടെടുക്കുന്ന ECGക്കാണ് ട്രെഡ്മിൽ എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജ് ഓഫ് എക്സസൈസിലും നമ്മൾ ECG എടുത്ത് നോക്കുമ്പോൾ ചില വേരിയേഷൻസ്, അത് വളരെ ഒരു ഏർലി ഇൻഡിക്കേറ്ററാണ്. ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഏർലി ഇൻഡിക്കേറ്ററാണ് അത്, ബ്ലഡ് സപ്ലൈയുടെ കുറവ്. അങ്ങനെ ട്രെഡ്മിൽ പോസിറ്റീവ് ആണെങ്കിൽ, ട്രെഡ്മിലിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആൻജിയോഗ്രാഫി മുതലായ ടെസ്റ്റുകൾ ചെയ്യാം. കൊല്ലത്ത് നിന്ന് ഒരു കോളർ കൂടിയുണ്ട്, സുനില ഡോക്ടറോട് ചോദിക്കാം. പറയൂ സാറേ. എനിക്ക് 1 വർഷം മുമ്പ് അറ്റാക്ക് വന്നായിരുന്നു. അതെ. ഞാനിപ്പം ഒരു 10 ദിവസം മുമ്പ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തായിരുന്നു. എനിക്കിപ്പം നല്ല വേദനയും ഒരു ഇതുമായിട്ടുണ്ട്. അതെന്താ സാർ അങ്ങനെ? 10 ദിവസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ എന്താ കാരണം? അല്ല, ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി ഒരുമിച്ച് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. 100% ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞായിരുന്നു. അതെ അതെ. ഇപ്പൊ ചിലപ്പോ എനിക്ക് ചില ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. അതെന്താ സാർ അങ്ങനെ? നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ തരം അസ്വസ്ഥതയാണോ അതോ മറ്റു ചിലർക്ക് അതുപോലെ തന്നെ. സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ നല്ലവണ്ണം ഒരു കുറയേണ്ടതാണ്, സിംറ്റംസ് കുറയേണ്ടതാണ്. പിന്നെ അതിന്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കുന്ന ഡോക്ടർക്കേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രോക്കും അറ്റാക്കും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ സ്ട്രോക്കും ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടൊക്കെ വരാമല്ലോ, അത് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ബന്ധമുണ്ട്? എല്ലാത്തിൻ്റെയും അണ്ടർലൈയിങ് റിസ്ക് ഫാക്ടേഴ്സ് സെയിം തന്നെയാണ്. നമ്മൾ പൊതുവെ എൻഡ് ഓർഗൻസ് എന്ന് പറയുന്ന പോലെ, എന്താ പറയുക, ഹാർട്ട് എന്നതുപോലെ മറ്റൊരു മേജർ ഓർഗനാണ് ബ്രെയിൻ. അപ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈയും ബ്ലോക്കും വരുന്നത് പോലെ ബ്രെയിനിലും അതേ കാര്യങ്ങൾ, അതേ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രെയിനിനെ പറ്റി ആവുമ്പോൾ അത് നമ്മൾ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയും. ഹാർട്ടിൽ അത് സംഭവിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഹാർട്ടിൽ തന്നെ ഈ പേസ് മേക്കറൊക്കെ ഘടിപ്പിച്ച് കുറേ പേർ ജീവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഒരു ഏതെങ്കിലും തരത്തിൽ റിസ്ക് ഫാക്ടർ ഉണ്ടോ? അങ്ങനെ പേസ് മേക്കർ, നമ്മൾ നേരത്തെ ഹാർട്ടിൻ്റെ കണ്ടക്ഷനെ പറ്റി ഇടയിലൊന്ന് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ കുറവ് കാരണമോ അല്ലാതെയോ ഹാർട്ട് അറ്റാക്ക് ഉള്ള സമയത്ത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് വരാം. അല്ലാതെയും ചിലപ്പോൾ പ്രായമാകുമ്പോൾ ആ കണ്ടക്ഷൻ സിസ്റ്റത്തിന് ഡീജനറേഷൻ അഥവാ ദ്രവിക്കപ്പെട്ട്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീജനറേഷൻ കാരണം ആ കണ്ടക്ഷൻ സിസ്റ്റം മോശമാവുകയും അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് പുറമേ നിന്ന് ഹാർട്ടിൽ നിന്ന് ആ ഒരു പൾസ് കൊടുക്കുന്നതിന് പകരം പുറമേ പേസ് മേക്കർ എന്നൊരു യന്ത്രം വഴി ഹാർട്ടിലേക്ക് പൾസ് കൊടുക്കേണ്ടി വരും. ഒരു ചെറിയൊരു ബാറ്ററി പോലൊരു യന്ത്രമാണ്. അത് തൊലിക്കടിയിൽ സ്ഥാപിച്ച് രക്തക്കുഴലിലൂടെ വയറ് ഹാർട്ടിലേക്ക് ഇടും. അപ്പം അങ്ങനെ പേസ് മേക്കർ ഘടിപ്പിച്ച രോഗിയാണെങ്കിലും കുറേ കാലം ജീവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പേസ് മേക്കർ ഹാർട്ടിൻ്റെ ആ ബീറ്റിംഗ് ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും. പേഷ്യൻറ്റിന് കുറേ കാലം പൂർണ്ണമായും അയാളുടെ ജീവിത ദൈർഘ്യം മുഴുവൻ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പം നമ്മുടെ നൂതന ചികിത്സാ രംഗത്ത്. നേരത്തെ തന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ കൃത്യസമയത്ത് ചികിത്സാ രീതി നൽകിയ ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടും ബ്ലോക്കുകൾ റിലേറ്റഡ് ആയിട്ടും എന്ന് മാത്രമല്ല മൊത്തം ബ്ലഡ് വെസൽസിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലും ആൻജിയോപ്ലാസ്റ്റി, റീനൽ ആൻജിയോപ്ലാസ്റ്റി, പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി, കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, ഷുഗറുള്ള പേഷ്യൻസിന് കട്ട് ഓഫ് ആയി പോയി കാല് മുറിച്ച് കളയേണ്ട സിറ്റുവേഷനിൽ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി, കഴുത്തിൽ തലച്ചോറിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന പ്രധാന രക്തധമനിയിലുള്ള ബ്ലോക്കുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇന്ന് പൊതുവെ പല വാൽവുകൾക്കും എല്ലാം ഇപ്പോൾ പലതരം, എസ്പെഷ്യലി പെർക്യൂട്ടേനിയസ് സർജറി അല്ലാതെ കീ ഹോൾ അഥവാ രക്തക്കുഴലിലൂടെ ചെയ്യുന്ന ശസ്ത്രക്രിയകൾ വേണ്ടാതെ മിനിമൽ ആക്സസിൽ ചെയ്യുന്ന സർജറികൾ അവൈലബിൾ. ഒരു കോളർ കൂടിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്, ചോദിക്കാം ഡോക്ടറോട്. പറയൂ. ഹലോ. ഗുഡ് ഈവനിങ്. സാറേ, ഞാനേ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയാണ്. അതെ. ഞാനൊരു 10-20 വർഷമായിട്ട് ഉപ്പായിരുന്നു.
അപ്പൊ അന്ന് മുതൽ ഈ ചെറുതായിട്ട് നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് ചെറുതായിട്ടൊരു വേദന പോലെ ഇങ്ങനെ ഇടയ്ക്കിട്ട് വരും. ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ ഡോക്ടറെ കാണാറുണ്ട്, ടെസ്റ്റ് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. അപ്പൊ അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിപ്പോ ഇടയ്ക്കിനും വരും, പിന്നെ രണ്ടുമൂന്ന് ചിലപ്പോൾ ശ്വാസമായിട്ട് വലിച്ചു വിടുമ്പോൾ ചിലപ്പോൾ അത് മാറാറുണ്ട്. അപ്പൊ അത് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ശരിക്കും എനിക്കിത് തുടങ്ങിയിട്ടൊരു 30 വർഷത്തോളം ആയിട്ടുണ്ട്. 30 വർഷമായിട്ട് സാധാരണ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കുഴപ്പമില്ലാത്തൊരു വേദനയായിരിക്കണം. എന്നിരുന്നാലും നിങ്ങൾ ബാക്കിയുള്ള റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റും ട്രെഡ്മിൽ ടെസ്റ്റ് മുതലായ കാര്യങ്ങൾ ചെയ്താൽ ഒരു വ്യക്തമായ ധാരണ കിട്ടും. ഞാനിപ്പോ 2 മാസം മുന്നേ ഞാൻ BCG എടുത്തിരുന്നു, എക്സ്റേ എടുത്തിരുന്നു. അപ്പൊ അതിലൊന്നും കുഴപ്പമില്ല പറയുന്നത്. ട്രെഡ്മിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് അങ്ങനെ ഹാർട്ടിനോട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യൂ. എന്തായാലും ഡോക്ടർ, നമുക്കൊരു ഇടവേള കൂടി അത്യാവശ്യമായിട്ടുണ്ട്. ഇടവേള. ഡോക്ടർ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ ചോദിച്ചു ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടത്, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത്, അതോടൊപ്പം തന്നെ ഈ ഡെയിലി ചെക്കപ്പ്. ഇപ്പം ദൈനംദിന ചെക്കപ്പ് നടത്തുന്ന കുറേ പേരുണ്ട്. കാരണം കുറേ കൂടി നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആണ് ആളുകൾ. അപ്പോൾ അതിൽ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട ഏത് തരം ചെക്കപ്പാണ് നടത്തേണ്ടത്? ഒപ്പം ഭക്ഷണശീലത്തിൽ ഏത് തരത്തിലുള്ള മാറ്റം വേണം? ഇപ്പോൾ വളരെ വളരെ കോമൺ ആണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ കോമൺ ആണ് ഹെൽത്ത് ചെക്കപ്സ്. ഹെൽത്ത് ചെക്കപ്സ് ഹാർട്ടിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ നമ്മളെല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് മുതലായ അത് ഒരുവിധം എല്ലാ റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്സിലും ഞാൻ കണ്ടുവരാറുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള, മേ ബി 30 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പലപ്പോഴും അവരുടെ ECG നോർമലായിരിക്കും. എന്നിരുന്നാലും ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടെടുക്കുന്ന ECG ആണ്. അതിൽ വേരിയേഷൻസ് കാണാറുണ്ട്. ഒരു പക്ഷേ ഹാർട്ട് ഡിസീസിന് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ട്രെഡ്മിൽ ചേഞ്ചസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റാറ്. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പിൽ ഇല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞ് ഒരു ട്രെഡ്മിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ ഡോക്ടർ, താങ്ക് യു നമ്മോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിച്ചതിന്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം.